ഒരു സ്ഥാപനത്തിലെ മാനേജരോട് സ്റ്റാഫുകൾ പാരവെക്കുന്ന സാഹചര്യം വളരെ സങ്കീർണവും സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നതുമാണ്. ഇതിന് പല കാരണങ്ങളും പ്രത്യാഘാതങ്ങളുമുണ്ട്. കാരണങ്ങൾ: അരക്ഷിതാവസ്ഥ. ചില സ്റ്റാഫുകൾക്ക് തങ്ങളുടെ ജോലിയിൽ അരക്ഷിതാവസ്ഥ തോന്നാം. സ്ഥാനക്കയറ്റത്തിനു വേണ്ടിയോ മറ്റോ സഹപ്രവർത്തകരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. മാനേജരോടുള്ള അതൃപ്തി. മാനേജറുടെ തീരുമാനങ്ങളിലോ സമീപനത്തിലോ ഉള്ള അതൃപ്തിയാണ് മറ്റൊരു കാരണം. ഇത് തുറന്നു പറയാൻ ഭയമുള്ളവർ പാരവെക്കലിലൂടെ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ. വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾ, അസൂയ അല്ലെങ്കിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ എന്നിവയും ഈ പ്രവണതയ്ക്ക് കാരണമാകുന്നു. ശ്രദ്ധ ആകർഷിക്കാൻ. ചില സ്റ്റാഫുകൾ മാനേജരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. ഇത് സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കും. പ്രത്യാഘാതങ്ങൾ: വിശ്വാസക്കുറവ്. ഈ പ്രവണത മാനേജർക്കും സ്റ്റാഫിനുമിടയിൽ വിശ്വാസക്കുറവ് സൃഷ്ടിക്കും. മാനേജർക്ക് ഏത് സ്റ്റാഫിനെ വിശ്വസിക്കണം എന്ന കാര്യത്തിൽ സംശയമുണ്ടാകും. മോശം തൊഴിൽ അന്തരീക്ഷം. ഇത് ടീമിലെ അംഗങ്ങൾക്കിടയിൽ പരസ്പരം സംശയവും ഭിന്നതയും വളർത്തുന്നു. ഇത് ആരോഗ്യകരമായ ഒരു തൊഴിൽ അന്തരീക്ഷം ഇല്ലാതാക്കും. ഉൽപ്പാദനക്ഷമത കുറയും. സ്റ്റാഫുകൾ ജോലിയിൽ ശ്രദ്ധിക്കുന്നതിനു പകരം ഓഫീസ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. ഇത് സ്ഥാപനത്തിന്റെ ഉൽപ്പാദനക്ഷമതയെ സാരമായി ബാധിക്കും. കഴിവുള്ളവർ സ്ഥാപനം വിടും. സത്യസന്ധരും കഴിവുള്ളവരുമായ സ്റ്റാഫുകൾ ഇത്തരം മോശം അന്തരീക്ഷത്തിൽ തുടരാൻ ആഗ്രഹിക്കില്ല. ഇത് സ്ഥാപനത്തിന് വലിയ നഷ്ടമുണ്ടാക്കും. പരിഹാരങ്ങൾ: ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനേജർമാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തുറന്ന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക. വിശ്വാസ്യതയും സത്യസന്ധതയും വളർത്തുക. കൂടാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ശ്രമിക്കുക എന്നിവ പ്രധാനമാണ്. ഇത് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.